ഒരു ഫ്രണ്ട് ഡൽഹിയിൽ യൂണിവേഴ്സിറ്റി പഠിച്ചിരുന്നു. അപ്പോൾ ആളിങ്ങനെ പറയായിരുന്നു, നേരത്തെ എൻട്രൻസിന് മുന്നേ മാർക്ക് അടിസ്ഥാനത്തിലായിരുന്ന സമയത്ത് കൂടുതൽ മലയാളം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻട്രൻസ് ആയതിനു ശേഷമാണ് മലയാളി കുട്ടികളുടെ ഒരു കുറവ് അവിടെ കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ കേരള ഹൗസിൽ പോകുമ്പോൾ സാധാരണ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ കാണാൻ വരാറുണ്ട്, NSUകാരൊക്കെ. അപ്പോൾ അവർ ഇതേ കാര്യം എന്നോട് പറഞ്ഞു. എൻട്രൻസ് ആയതിനു ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന, ഡൽഹിയിൽ പഠിക്കാൻ വരുന്ന, പ്രവേശനം കിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കുറവിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. മറ്റേത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ അവർക്ക് ഇത് എൻട്രൻസ് എഴുതാൻ പോകേണ്ട കാര്യമില്ല, എൻട്രൻസിന് വേണ്ടി പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല, തയ്യാറെടുക്കേണ്ട കാര്യമില്ല. അവർ ഹയർ സെക്കൻഡറിയിൽ ലഭിച്ച ആ വലിയ മാർക്കുണ്ടല്ലോ, ആ മാർക്ക് മതിയായിരുന്നു ഈ പറഞ്ഞ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം അവർക്ക് പ്രവേശനം കിട്ടാൻ. പക്ഷെ ഇപ്പോൾ എൻട്രൻസ് ആയപ്പോഴത്തേക്കും ആ മാർക്ക് കൊണ്ട് ഒരു കാര്യമില്ല. എൻട്രൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു, എത്ര റാങ്ക് കിട്ടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കപ്പെടുകയാണ്.